ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ നമ്മൾ ജയ്സൽമീർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഡേയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് പോകാൻ പോകുന്നത് നമ്മളൊരു ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡായ കാരണം വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫോർട്ട് കാണാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇത് വളരെ രാജസ്ഥാനിലെ തന്നെ സെക്കൻഡ് ഫോർട്ടാണ്. ഫോർട്ടിലോട്ട് പോകാനും ഉള്ളിലോട്ട് പോകാനും പുറത്തോട്ട് വരാനും ഒരേ വഴിയാണ്. ആ ഫോർട്ട് കെട്ടിവെച്ചിരിക്കുന്നത് മുഴുവൻ, ഈ വഴിയിൽ മുഴുവൻ ഇപ്പോൾ ഫുള്ള് കച്ചവടക്കാരും അതൊക്കെ ആയിരുന്നു. അത് മീൻസ് കെട്ടിയിരിക്കുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് ഉള്ളിൽ വളഞ്ഞ് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫോർട്ട്. അപ്പോൾ ഫോർട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ആ പുറത്തത്തെ വ്യൂ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ അന്ന് കാലത്തുള്ള ആയുധങ്ങളും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പുരാതനമായിട്ടുള്ള ഫോർട്ടാണ് കേട്ടോ. അത് കാരണം തന്നെ അതിൽ അന്ന് കാലത്ത് ഒരുപാട് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒന്നുമല്ല. ഇപ്പോൾ ശില്പങ്ങളായാലും എന്തായാലും ഇപ്പോൾ ആയുധങ്ങളായാലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് അന്നത്തെ രാജ്ഞിമാർ താമസിച്ചിരുന്നത് മുകളിലാണ്. അവർ താഴത്തോട്ടൊന്നും വരില്ലായിരുന്നു. മുകളിലത്തെ ഫ്ലോറാണത്. അവർ ഡാൻസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ മുകളിലായിരുന്നു. ഇതാണ് അവരുടെ അന്നത്തെ ഒരു ആർക്കിടെക്ചറാണ് ഈ കാണുന്നത്. അന്നത്തെ രാജാവിൻ്റെ നൈറ്റ് ഡ്രസ്സാണ്. കുഞ്ഞേ രാജാവായിരുന്നു, കണ്ടോ, ഒരു കുഞ്ഞുടുപ്പ്. വളരെ ഇതൊക്കെ മാനിപ്പുലേറ്റഡ് ആണോ എന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെ അവർ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ. ഇതാണ് അവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ. അവിടെ ടോപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജയ്സൽമീർ ടൗൺ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ടോപ്പ് വ്യൂ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഹൈ ടെമ്പറേച്ചറും ആയിരുന്നു. അത് കാരണം നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ഫോർട്ടിൽ നമ്മൾ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന ശില്പങ്ങളും കുറച്ച് പഴയ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒക്കെയാണ്, അതിൻ്റെ ഫോട്ടോസൊക്കെയാണിത്. നമ്മളപ്പോൾ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇനി ഇറങ്ങി ഇതാണ് ഞാൻ പറഞ്ഞ സിംഗിൾ വഴി, ആദ്യമേ പറഞ്ഞ സിംഗിൾ വഴിയാണ്. ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നതും വരുന്നതും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോവാണ്. തിരിച്ച് റിസോർട്ടിലോട്ട് പോയി നമ്മുടെ ലഞ്ച് കഴിച്ച്, ഇതാണ് നമ്മുടെ ഡിലീഷ്യസ് ലഞ്ച്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കണ്ടോ, കരിഞ്ഞ ചപ്പാത്തി, പനീർ കറി, സേവ് ടമാട്ടർ. ഇവിടുത്തെ ഭയങ്കര ഡിലീഷ്യസ് ഫുഡാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കാൻ നമ്മളിനി പോകാൻ പോകുന്നത് ഇന്ത്യ പാക് ബോർഡറിലോട്ടാണ്. അപ്പോൾ ബോർഡർ കാണാനും പിന്നെ ലോങ്കേവാല വാർ മെമ്മോറിയൽ കാണാനുമാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, ബൈ.